ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കമീൻ കൊണ്ട് ചമ്മന്തി പൊടിക്കത്തില്ലേ, ഇത് കടവരാൽ എല്ലാ മീനും ഉണക്കിയതുകൊണ്ട്, ആറ്റിലെ മീൻ ഉണക്കിയാണ് കൂടുതൽ നമ്മൾ ചമ്മന്തി പൊടിക്കാറ്. ഇതാണ് ഞങ്ങൾ ഹാർബറിൽ പോയി അച്ചാർ ഇടാനായിട്ട് മത്തി മേടിച്ചായിരുന്നു. അപ്പം അത് ഉണക്കിയെടുത്തു, കുറച്ച് ഉണക്കിയെടുത്തത് ഞങ്ങൾ ഇന്ന് ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, നല്ലതായിട്ട് ഉണക്കിയ മത്തിയാണ്. അത് നല്ലോണം ഉണങ്ങിയിരിക്കുവാണേ. ഇത് നമ്മളിനി വറുത്തിട്ട് തേങ്ങ വെച്ചിട്ട് ചമ്മന്തി പൊടിക്കും. നല്ല രുചിയാണ്. തേങ്ങയും കരിയാപ്പിലയും കൊച്ചുള്ളിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ. ഉപ്പ് നമ്മളിതിന് ചേർക്കണം, കാരണം നമ്മൾ അധികം കടകളിൽ നിന്ന് കിട്ടുന്ന ഉണക്കമീൻ പോലെയല്ല, നമ്മൾ വീട്ടിൽ ഉണക്കിയ മീനല്ലേ. അപ്പോൾ അധികം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് വറുത്തിട്ട് ചമ്മന്തി പൊടിക്കാനായിട്ട് നമ്മൾ വേണ്ട ഒരു പാൻ വെച്ചെന്നാൽ ഗ്യാസ് കത്തിച്ച് വെച്ചേ. നമുക്ക് ഇതിന് കുറച്ച് മീനെടുത്ത് വറക്കാനായിട്ട് ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് വേണം മീൻ വറക്കാനായിട്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിരിക്കുന്ന മീനൊക്കെ ഉണ്ട്. മത്തി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ചമ്മന്തി പൊടിച്ചാൽ അടിപൊളിയാണ്. ചട്ടി ചൂടായേ, നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എൻ്റെ ഫോണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ ഫോൺ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ഫോൺ അത്ര ക്ലിയർ അല്ല. അപ്പം അതിനകത്തോട്ട് ഞാൻ മീനിട്ട് കൊടുത്ത് വറുത്തെടുക്കാനായി. മീൻ ചേർക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഉണക്കമീൻ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് വരുന്നത്. ഇനി അതൊന്ന് വേണ്ട, മത്തി ഓരോന്നോരോന്ന് മൂക്കുന്നുണ്ട്. എന്താ അത് പിന്നെ നെയ്യുള്ള മത്തിയായിരുന്നു. അപ്പം അതാണ് വെളിച്ചെണ്ണ കൂടുതലെന്ന് തോന്നുന്നു. നെയ് മത്തിയായിരുന്നു. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. നല്ല മണം വരുന്നുണ്ട് മത്തി മൂക്കുന്നതിൻ്റെ. ഉണക്കമീൻ അല്ലെങ്കിലും വറക്കുമ്പോൾ ഒരു നല്ലതല്ലേ, അതും കൂടി ചോറുന്ന ചൂട് ഉണക്കമീൻ വറുത്തതും ആ ചൂട് ചോറും കൂടെ നല്ല ടേസ്റ്റാണ്. ഓരോ സൈഡ് മീനിൻ്റെ മൂത്തെ അപ്പം ഞാനത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് നമുക്കത് മൂപ്പിച്ചെടുക്കണമെങ്കിൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. പണ്ടൊക്കെ കല്ലിലൊക്കെ വെച്ചായിരുന്നു പൊടിക്കുന്നത്, അല്ലേ ഉരലിൽ പൊടിക്കുന്നത്. ഇപ്പോൾ കല്ലൊന്നും ഇല്ലല്ലോ. കല്ലുണ്ടെങ്കിലും ആരും അത് കല്ലിലൊന്നും ചെയ്യാറില്ല. എല്ലാവരും എളുപ്പപ്പണിയാണ്. അപ്പം വേണ്ട, മീനെല്ലാം ഞാൻ തിരിച്ചിട്ട് ഒന്ന് മൂക്കട്ടെ. ഉണ്ടോ, രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് മീൻ മൂക്ക് വരട്ടെ. അത് എണ്ണ ഞാൻ കൂടുതൽ ഒഴിച്ചില്ല, നെയ്മത്തി ആയത് കാരണം അതിൻ്റെയാണ് ആ എണ്ണ. വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ, കൊച്ചുള്ളി, കറിവേപ്പില അങ്ങനെയൊക്കെ വെച്ചാണ് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പം തേങ്ങ തിരുമുന്ന സൗണ്ട് കേൾക്കാമല്ലോ. അമ്മ ഇവിടുന്ന് തേങ്ങ തിരുമുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും അതുമൊക്കെ വേണം. ഇതുമൊക്കെ പോയി എടുക്കാം. മത്തി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അത് കരിഞ്ഞൊന്നുമല്ല, കണ്ടോ, ആ നെയ്മത്തിയുടെ എണ്ണയാണ് കണ്ടോ, അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് അരയ്ക്കാനുള്ള സാധനങ്ങൾ, അതായത് തേങ്ങ, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, ഒരു പച്ചമുളക്, അതൊക്കെ ഇടണം. അതൊക്കെ ഇട്ട് എടുത്തിട്ട് വരാം. ഈ മൂത്തെ നമുക്കത് ഇറക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കണ്ടോ, നമുക്കൊരു സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം. അതിൻ്റെ എണ്ണ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് തന്നെ ഒതുക്കി മാറ്റി വയ്ക്കും. ഇല്ല, ആ എണ്ണ ഊർന്ന് പോകത്തില്ല. എണ്ണയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയ്യാണ്. നമുക്ക് മാറ്റി ഒന്ന് ചരിച്ച് വയ്ക്കും. കണ്ടോ, അപ്പം അത് ഊറി അത് ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ തോട്ടം കണ്ടോ, ചെറിയൊരു തോട്ടം ഉണ്ടോ. പടവലങ്ങയൊക്കെ ഉണ്ട്. പടവലങ്ങയൊക്കെ ആകുന്നതേ ഉള്ളേ. ഞാൻ പിച്ചി കറിവേപ്പില എടുക്കാൻ വന്നതാണ്. പടവലങ്ങ ആയി കിടക്കുന്നുണ്ട്.
1 2 ഉണ്ട്. ഇത് അമ്മയുടെ കൃഷിയാണ്. എല്ലാവരും സഹായിക്കും. ഇതാ കണ്ടോ, എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ, നിത്യവഴുതനം എന്ന് പറഞ്ഞൊരു കായ കണ്ടോ, അതിൽ കായ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, അങ്ങുഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട് നല്ലതാണ്. ഉണ്ട്, ഒരു ദിവസം മെഴുക്ക് പുരട്ടിക്കുള്ള എല്ലാം കൂടെ പറിക്കാനും കാണും. നമുക്കിത് ഇച്ചിരി കറിവേപ്പില എടുക്കാം. കറിവേപ്പില ഉണ്ട് അവെല്ലായിടും ഇങ്ങനെ അയ്യത്ത് ചെറുതായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. വലിയ മരമല്ല, എന്നാലും നല്ലത്. അതേണ്ട അതെ, കറിവേപ്പില ഇത് ശകലിച്ച എല്ലായിടവും ഉണ്ട്. മുളക് വിളഞ്ഞതെല്ലാം പറിച്ച് എന്തായാലും ഒത്തിരി മുളക് ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരത്തെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചതാണ്. ഇപ്പം പറിക്കാനായിട്ട് മുളക് കുറവാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഒരെണ്ണം കിട്ടി വിളഞ്ഞത്. ഒരെണ്ണം ഉണ്ട്. നല്ല വലിയ മുളകായിരുന്നു. വേണ്ടേ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയോ? കറിവേപ്പില, 2 പച്ചമുളക് വേണ്ടേ, അതേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു പച്ചമുളക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ എരിവ് കിട്ടത്തില്ല. അതേ കൊച്ചുള്ളി, അതൊന്ന് ചെറുതായിട്ട് അരിയണം. 1 കഷ്ണം ഇഞ്ചി, എന്നാലും തേങ്ങ തിരുമ്മിയത്, ഇത്രയും കൂടെ ചേർത്താണ് നമ്മൾ ചമ്മന്തി പൊടിക്കാൻ പോകുന്നത്. ഞാൻ ആ കൊച്ചുള്ളി ഒന്ന് അരിയട്ടെ. വേണ്ട ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ്, ഉപ്പ്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് കണ്ടോ, ഇച്ചിരി കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കണം. പച്ചമുളക് ഇത് മതി, കാരണം ഒത്തിരി എരിവായാലും കൊള്ളത്തില്ല. വേണ്ടേ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ആ മത്തി എടുത്തിട്ട് 2-3 മത്തി ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ്. ഉണക്കമീനും കൂട്ടി ബാക്കി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. എന്നിട്ട് വേണം നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പീര് ഒക്കെ ഇടേണ്ടത്. ഇത് കണ്ടോ, മത്തി ഇട്ട് ഒറ്റയടി വെച്ചോളേ. ആ അടിക്ക് തന്നെ ആ മത്തി പൊടിഞ്ഞ് നല്ലോണം കിട്ടി. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങായും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും എല്ലാം കൂടി ഇടാവേ. എല്ലാം കൂടി ഇട്ട് കുറേശ്ശെ ഇടാം. ചിലപ്പം മുളക് പൊടി ഇട്ട് ഇതേണ്ടോ, തേങ്ങ ഉണക്കമീനും കൂടെ വെച്ച് ചമ്മന്തി പൊടിച്ചത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനത് ശകലം കഴിച്ച് നോക്കിയേ. നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല രുചി. ഇത് ചൂട് ചോറും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ കഴിക്കണം. നമുക്ക് ചൂട് ചോറും ചമ്മന്തിപ്പൊടിയും കൂടെ, ഞാൻ ചൂട് ചോറിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിക്കാൻ പോവാണ്. എന്നിട്ട് അതിനകത്ത് 2 മത്തി വറുത്തതും കൂടെ, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ മത്തി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആയിട്ട് കഴിക്കാൻ പോവാം. ചോറിന് ഇച്ചിരി ഉപ്പൂടെ വേണം എനിക്ക്. ഞാൻ ചോറിന് നല്ലോണം ഉപ്പിടും. അത് കാരണം ഇതേ കണ്ടോ, സൂപ്പർ ചമ്മന്തിപ്പൊടിയും ചോറും കൂടാണ്. ഉണക്കമീനാണ്. പിന്നെ ഒരു ശകലം മത്തി വറുത്തതും കൂടെ വേണ്ട കൂട്ടി കഴിക്കുവാണേ. നല്ല രുചിയുണ്ട്. ഉണക്കമീനിൻ്റെ ടേസ്റ്റില്ല, അടിപൊളിയാണ്. ആ തേങ്ങായും ഇഞ്ചിയുടെയും കരിയാപ്പിലയുടെയൊക്കെ ആ ഗന്ധം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കറിയൊന്നും ഇല്ലാതിരിക്കുമ്പം പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളും ഉണക്കമീൻ കിട്ടുമ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക. തേങ്ങായും ചുമന്നുള്ളി, 1 പച്ചമുളക്, ശകല ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, മീൻ വറുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം തേങ്ങയെല്ലാം ഇട്ട് പൊടിച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് ഇനിയും ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
വീഡിയോ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.